എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ നാടാണ് കേട്ടോ. എൻ്റെ നാട്ടിലെ കൂടെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോൾ നടക്കാൻ ഇഷ്ടംപോലെ വഴികളുണ്ട്, കണ്ടില്ലേ? ഇഷ്ടം പോലെ വഴികൾ, പാടം, വാഴക്കൃഷികൾ, ഇങ്ങനെ എല്ലാം ഉള്ള ഒരു വഴി. ഇതിൽ കൂടെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഞാനും മിനിക്കുട്ടനും കൂടെ വൈകുന്നേരം ഇറങ്ങിയതാട്ടോ. മിനിക്കുട്ടന് കടയിൽ പോയിട്ട് പപ്സ് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഒന്ന് ഇറങ്ങുകയും ചെയ്യാം, നിങ്ങളെ ഞാൻ ജനിച്ചു വളർന്ന ഒന്ന് നാടും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിങ്ങനെ പോവാം കേട്ടോ. കണ്ടില്ലേ, നല്ല നെല്ലാവുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. നെല്ല് വിതച്ചതാണ്, നിറച്ച് കളകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, നല്ല മഞ്ഞ പൂക്കളൊക്കെ കാണാൻ എന്ത് രസമല്ലേ. പണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു വഴി പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. വയലാകുമ്പോൾ അറിയാലോ, വയലിൻ്റെ രണ്ട് തിട്ടകൾ അങ്ങനെ ഉണ്ടാവുക കേട്ടോ, വരമ്പുകൾ. ഓണത്തിന് പൂ പറിക്കാൻ പറ്റുന്ന മിനിക്കുട്ട അതൊക്കെ പണ്ട് ഞങ്ങളിങ്ങനെയൊക്കെ പറിക്കുമായിരുന്നു ഇവിടെയൊക്കെ വന്നിട്ട്. ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണെങ്കിൽ ഇതെല്ലാം പറിച്ച് കൊണ്ടുപോയേനെ. ഓ കണ്ടോ മീനും വാഴക്കൃഷിയും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ കാണാൻ. വണ്ടേ മിനിക്കുട്ട അവിടെ വണ്ടി. ഇപ്പം ഇതിലെ വണ്ടി പോകുന്നതൊക്കെ വഴിയായി, പക്ഷെ പോലും പറ്റില്ലായിരുന്നു, അത്ര വെള്ളമൊക്കെ ആയിട്ട്. ഈ ഒരു സമയത്ത് അമ്പലത്തിൽ ഉത്സവമൊക്കെ പോകുമ്പോഴേ ഭയങ്കരമാണ്. ഇവിടെ റോഡൊക്കെ ഇപ്പം അതാ പഴയ ഭംഗിയൊക്കെ പോയി. എന്നാലും ആ കാറ്റും വാഴയും ഒക്കെ കാണുമ്പോൾ ഒരു സുഖമല്ലേ മിനിക്കുട്ട? അതാണ് പറയുന്നത്. അല്ലേ, ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഇങ്ങനെ റോഡൊക്കെ ആയപ്പോൾ സൗകര്യങ്ങൾ കൂടിയപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി കേട്ടോ. മറ്റത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇവിടെയൊക്കെ നിറച്ചും കൃഷികളായിരുന്നു, ഈ വയലുകളൊക്കെ. പക്ഷേ ഇപ്പോൾ വയലൊക്കെ നികത്തി വീടുകൾ ധാരാളം വന്നു, കണ്ടില്ലേ? എന്ത് രസമെന്ന് പറയാം. പണ്ട് ഞങ്ങൾ ഓണക്കാലത്ത് ഇവിടെയൊക്കെ വന്നിട്ടാണ് പൂ പറിക്കും, കണ്ടില്ല? ആ ഒരു കതിരില്ലേ, ആ കതിരൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, പറിക്കും കേട്ടോ. നിറച്ച് കൃഷി ഉണ്ടാവും. ഇപ്പം കൃഷി കുറവാണ് ശരിക്കും. അല്ല, എന്ത് ഭംഗിയാന്ന് നോക്കൂ, ആ നെൽവയലൊക്കെ ഇങ്ങനെ. നല്ല ഭംഗിയില്ലേ, നല്ല കാറ്റാണ് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് ഇറങ്ങല്ലോ മുത്തേ, വാ 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 വാ. വിനുവിന് ഇതൊക്കെ കണ്ടിട്ട് അത്ഭുത. വേണ്ട പാമ്പുണ്ടാവും, പാമ്പ് മണ്ടലി ഉണ്ടാവും. വാ, ഞണ്ടുണ്ടാവേ, വാ ഓടി വാ മോനെ, ഞണ്ടുണ്ടാവും. എടുക്കുന്നുണ്ടടാ മീൻകൂട്ട, ഫോട്ടോ എടുക്ക് നോക്കണേ, പാമ്പുണ്ടാവേ, വാ. അത്ര ധൈര്യമൊന്നുമില്ല മീൻകുട്ടന്. പൂവൊക്കെ നോക്കൂ, എന്ത് രസമാണ് കാണാമെന്നറിയോ. ഇതൊന്നും നമ്മളെ നാട്ടിലൊന്നും കിട്ടുകയും കൂടല്ലേ. ഇപ്പം ഇതെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ പൂ പറിച്ചിടുമായിരുന്നു പണ്ട് ഞങ്ങളൊക്കെ. ഇതൊക്കെ ഇവിടെ എത്രയാ കിടക്കുന്നതെന്നറിയാം. ചെറിയ പപ്പായ മരം, അതിൻ്റെ മുകളിൽ നിറച്ച് പപ്പായ ഉണ്ടായിട്ടുണ്ട്, കണ്ട. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? പക്ഷെ എനിക്ക് ഈ നാട്, നമുക്ക് പറയില്ലേ, ഒരു നൊസ്റ്റാൾജിയ വരില്ലേ, നമ്മൾ ജനിച്ച വളർന്ന നാട്. ഭയങ്കര ഇഷ്ടം എനിക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അതാട്ടോ ഞങ്ങളൊന്ന് ഇറങ്ങിയത്. കണ്ടോ, ഇവിടുന്ന് കുട്ടികൾ കളിക്കുന്നുണ്ട്. കണ്ടില്ലേ കളിക്കുന്നതൊക്കെ. ഞങ്ങൾക്ക് ഭ്രാന്താന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഞങ്ങൾ വെറുതെ നടക്കുക, ഒരാവശ്യമില്ലാണ്ട് വെറുതെ നടക്കുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല, ഒരാവശ്യമില്ല. വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഈ പ്രദേശമൊക്കെ കാണുമ്പോൾ ഇപ്പം സങ്കടമാണ് കേട്ടോ. കണ്ട് നിറച്ചും വയലും ആ ഒരു ഭംഗിയൊന്നും ഇപ്പം ഇല്ല കേട്ടോ. ഇപ്പം എല്ലാ സ്ഥലത്തും കോൺക്രീറ്റ് കെട്ടിടങ്ങളും വാഹനങ്ങളും അങ്ങനെയായി. പണ്ട് വാഹനങ്ങളൊന്നും ഇല്ലാതെ ആ മണ്ണിലൂടെയും ചളിയും കൂടെ ചവിട്ടി നടക്കുന്ന ഭംഗിയോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഈ വഴികളൊക്കെ പണ്ട് പറഞ്ഞാൽ ഒരാൾക്ക് നടക്കാനുള്ളത്. ഈ വെള്ളമൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കയറി മറിഞ്ഞു വരുന്ന സ്ഥലമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ ഇപ്പം അതിലെ കൂടെ അസുഖമായിട്ടൊരു ബൈക്ക് സ്കൂട്ടിക്കൊക്കെ പോകാനുള്ളതായേ. പണ്ട് ഞങ്ങളൊക്കെ ചെറുതാകുമ്പോൾ ഒരാൾക്ക് നടക്കാനുള്ള വഴിയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് താഴത്തെ അമ്പലം ഉണ്ട് കേട്ടോ, ഒരു നരസിംഹമൂർത്തി ക്ഷേത്രം. അവിടേക്ക് ഞങ്ങൾ പോവുക എങ്ങനെയാ അറിയോ, അവിടെ ഒരു കട ഉണ്ട്. ആ കട ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിലേ വരുന്നത് കേട്ടോ. കട ഉണ്ടോ എനിക്ക് അറിയില്ല, നോക്കട്ടെ. വഴി മാറിയോ സംശയമുണ്ട്. ഇല്ല, ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് മുട്ടായിയൊക്കെ വാങ്ങി തിന്നുന്ന ഒരു കട. അതാ ഇവിടെ പള്ളിയായില്ലേ ഇവിടെ. ഇല്ല, വഴി മാറിയില്ല. ഞാൻ വിചാരിച്ചു വഴി മാറിയോന്ന്. പണ്ടത്തെ ചെറിയ വഴിയിൽ നിന്നിപ്പോൾ അത്യാവശ്യം ഒരു ഓട്ടോറിക്ഷയൊക്കെ പോകാനുള്ള വഴിയൊക്കെ ആയി.
നടക്കാം, നമുക്ക് നോക്കാം അല്ലേ. എന്ത് രസമാണ്. കുറേ വർഷങ്ങളായി എനിക്ക് എൻ്റെ നാട് എനിക്കിപ്പോൾ അന്യമായി. സത്യം പറയാം, എൻ്റെ നാട് എനിക്ക് അന്യമായി. ഞാൻ ഓടി നടന്ന എൻ്റെ വഴികൾ എനിക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവുന്നേ ഇല്ല. എപ്പോഴും ഓട്ടോറിക്ഷയിലും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോവാറ്. അപ്പോൾ ഇന്നൊന്ന് നടന്നു നോക്കാം, വിനിക്കുട്ടനെ ഒന്ന് പോകണമെന്നുണ്ട്. ഞാൻ വിചാരിച്ചു പോണ പോക്കിൽ നിങ്ങളെ എൻ്റെ നാടൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞങ്ങൾ ഊടുവഴിയിൽ കൂടെ വന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇനി വേറെ വഴിയുണ്ട് കേട്ടോ. പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ ആ വഴിയിൽ കൂടെ പോകട്ടോ. ശരിക്കും പറഞ്ഞില്ലേ, എൻ്റെ നാട് എനിക്ക് അന്യമായി. അന്യമായി കൊണ്ടിരിക്കുകയാണ് എൻ്റെ നാട്. ഇതൊന്നും എനിക്ക് വെച്ചാൽ ആ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ട പോലെ. വയലുകളൊക്കെ നികന്നു, ഫുൾ കെട്ടിടങ്ങൾ. എന്നാലും സൗകര്യങ്ങളാണല്ലോ അല്ലേ നമ്മൾ നോക്കുക. കാലം മാറുന്നതനുസരിച്ച് എല്ലാം വേണമല്ലോ അല്ലേ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റിയ യാതൊന്നും ഇപ്പം ഇല്ല. ഇനി ഇതെല്ലാം ആസ്വദിച്ച് വളർന്ന എന്നെപ്പോലുള്ളവർക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ സങ്കടവുമാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഊടുവഴി കൂടെ ഇങ്ങോട്ട് വന്നതാണെന്ന്. ഇതാണ് ശരിക്കുള്ള വഴി കേട്ടോ. ആ ഓട്ടോറിക്ഷ വരുന്നില്ലേ, അതിലേക്കൂടെയും വരാം കേട്ടോ. പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇതെല്ലാം പണ്ട് ചെറിയ വയൽവരമ്പുകളായിരുന്നു കേട്ടോ. എല്ലാം വയൽവരമ്പുകളായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ റോഡായി. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ കാളപൂട്ട് കണ്ടോ കേട്ടോ. കാളപൂട്ട് നടക്കും ഇവിടെ വർഷത്തിലൊരിക്കൽ. കാളകൾ പല സ്ഥലത്തുനിന്നും കാളകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ഉത്സവം പോലെയാണ് കാളപൂട്ട്. കണ്ടില്ല എത്ര ഏരിയ ഉണ്ട് നോക്കൂ. ഭയങ്കരമാണ്. പുല്ലാളൂർ കാളപൂട്ട് മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലമാണ് കേട്ടോ. ഇപ്പം നിറച്ച് വെള്ളമാണ്. വേനലായി കഴിഞ്ഞാൽ കുട്ടികൾ ഇവിടെ നിന്ന് നല്ലോണം കളിക്കാനുള്ള സ്ഥലമുണ്ട്. ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും എടുക്കും. ഇപ്പം വെച്ചാൽ ഈ ഒരു സമയമല്ലേ, അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇവിടെ ഇപ്പോൾ നിറച്ച് വെള്ളമായിട്ടിരിക്കുകയാണ് കേട്ടോ. മഴയൊക്കെ പെയ്തിട്ട് ഈ ഒരു സമയത്ത് തന്നെയാണ് തോന്നുന്നു കാളപൂട്ട് മത്സരങ്ങളൊക്കെ ഉണ്ടാവാറ്. കണ്ടില്ലേ എത്ര സ്ഥലമുണ്ട് നോക്കൂ. നല്ല രസമാണ് കേട്ടോ. കണ്ടില്ലേ കുട്ടികളൊക്കെ വെള്ളത്തിലിറങ്ങി കളിക്കുക. വിനുവിന് ഇത് കാണുമ്പോൾ അസൂയാവുന്നുണ്ടാവും. ഞങ്ങളെ നാട്ടിൽ കളിക്കാൻ കുട്ടികളൊന്നുമില്ല ഇങ്ങനെ. ഇവിടെ നോക്ക് കുട്ടികളൊക്കെ ഒരുമിച്ച് കളിക്കുക. ഇതൊരു നാട്ടുമ്പുറം ആയതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു രസം ഉണ്ടാവും. ഞങ്ങളെ നാട് പോലെയേ അല്ല ഈ നാട്. അവിടെ ഒന്നും കളിക്കാൻ കുട്ടികളില്ല. ഇവിടെ എപ്പോഴും ആ ഒരു പഴമുണ്ട് കേട്ടോ. കുട്ടികളെല്ലാം കൂടെ ഒത്തുകൂടി കളിക്കലും. കണ്ടില്ലേ ഇതാണ് കാളപൂട്ടണ്ടത്തിലേക്കുള്ള എൻട്രൻസ് കണ്ടോ. ഇതിലെ കൂടിയാണ് കാളകളൊക്കെ വന്ന് ഇവിടെ നിന്നാണ് കാളപൂട്ട് നടക്കുക. ഇവിടെ ആ സമയത്ത് ഈ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റില്ല, അത്രയും ആൾക്കാരുണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം. ഈ അമ്പലത്തിലേക്കാണ് പണ്ട് ഞങ്ങളെല്ലാവരും കൂടെ കുട്ടികളായപ്പോൾ നടന്നു വരിക. കണ്ടില്ലേ ഇതിലെ കൂടെയാണ്. ഇതിലെ ഒരു 10 മിനിറ്റ് കൂടെ നടക്കാനുണ്ട് കേട്ടോ അമ്പലത്തിലേക്ക്. ഇവിടെ ഇപ്പോൾ ഓണാഘോഷമാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ നാട്ടിലെ കമ്പവലി അത്ര. അപ്പോൾ വേനിക്കുട്ടൻ അത് കണ്ടേ മതിയാവുമെന്ന്. അപ്പോൾ അത് കണ്ടിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ സാധനമൊക്കെ വാങ്ങി തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഒരു ക്ലബിൻ്റെ വക എന്തോ ഓണപ്പരിപാടി ഉണ്ട്. അപ്പോൾ അവിടെ കമ്പവലിയായിരുന്നു ലേഡീസിൻ്റെ. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടെ പടപടാന്ന് പറഞ്ഞിട്ട് വീണു. ഓടണം. സാധനങ്ങളൊക്കെ വാങ്ങി, കുറച്ച് കപ്പ വാങ്ങി, പിന്നെ കുറച്ച് ഞങ്ങൾ പപ്സും പക്കവടയൊക്കെ വാങ്ങി. പോയ സ്ഥിതിക്ക് അതൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനി എനിക്ക് എൻ്റെ വല്യമ്മേൻ്റെ വീട്ടിലൊന്ന് പോകണം. അതുകൂടെ ഉണ്ട് ഇന്നത്തെ പരിപാടിയിൽ. അപ്പം ഞാൻ വല്യമ്മേൻ്റെ വീടും കൂടെ അതിൽ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എൻ്റെ നാട്? അങ്ങനെ ഞങ്ങൾ ഊടുവഴി തന്നെ പിടിച്ചു കേട്ടോ. ഊടുവഴി കൂടെ തന്നെയാണ് തിരിച്ചു വരുന്നത്. മറ്റേ വഴി കൂടെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് വീട്ടിൽ നിന്ന് ഞങ്ങൾ ടൗണിൽ പോയി തിരിച്ചു വരാം.
കിലോമീറ്ററായി. അങ്ങോട്ട് 1.5 കിലോമീറ്റർ, ഇങ്ങോട്ട് 1.5 കിലോമീറ്റർ, അങ്ങനെ 3 കിലോമീറ്റർ നടന്ന് എൻ്റെ വിനിക്കുട്ടൻ്റെ കാലും കയ്യൊക്കെ ഉളുക്കിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ വേണ്ടാന്ന് അവനൊരു വാശി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓട്ടോറിക്ഷ വേണ്ട, നടന്ന് നോക്കുകയാണ്. ഇങ്ങനെ ഡെയിലി നടന്നാൽ നല്ലൊരു ആരോഗ്യത്തിന് നല്ലൊരു ഗുണമാണ്. ആള് പോകുന്ന നോക്ക്, രസമാണ് അവനെ കാണാൻ. അവനിതൊക്കെ ഒരു അത്ഭുത. ഞങ്ങളെ നാട്ടിൽ എവിടെയും നടക്കാനില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടോ എൻ്റെ നാട്? അമ്മയും മോനും കൂടെ വല്യമ്മേൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ഇവിടെ വന്നാൽ നടത്താൻ തന്നെ ഒരു രസമല്ലേ അല്ലേ? ഒരു പണിയും ചെയ്യുന്നു, പണിയൊന്നും ചെയ്യണ്ടെന്ന് അമ്മ പറയുന്നു. ഒരു പണിയും ചെയ്യാതെ നടത്താം. അതും വേണ്ടേ അല്ലേ? എപ്പോഴും പണി മാത്രം മതിയോ? ഇടയ്ക്ക് നടത്തം വേണ്ടേ? വിൻകുട്ടൻ അടുത്ത വീട്ടിലെ കുട്ടീൻ്റെ കൂടെ സൈക്കിളിൽ കയറിയിട്ട് പോവുകയാണ് കേട്ടോ. എല്ലാം ഇങ്ങനത്തെ ഗ്രാമ വഴികൾ തന്നെ. ഒരു റോഡ് ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ ഗ്രാമം തന്നെയാണ് കേട്ടോ ഞങ്ങളെ നാട്. ആ കാണുന്നത് ഒരു ഇല്ലാണ് കേട്ടോ. ഞാൻ വരുന്ന വഴിക്ക് വലിയൊരു ഇല്ലുണ്ട്, അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. വീഡിയോ ചിലർക്ക് ഇഷ്ടമുണ്ടോ എനിക്ക് അറിയില്ലല്ലോ. ഇത് നമ്മുടെ പുഷ്പ ടീച്ചറെ വീടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചിട്ട് വീഡിയോ എടുത്തതാ. ഇതൊക്കെയാണ് നമ്മുടെ നാട്. റോഡൊക്കെ തോട് പോലെ ഉണ്ട് കേട്ടോ, മഴ പെയ്തിട്ട്. ഒക്കെ നടന്നിട്ട് ഇങ്ങനെ പോകണം എല്ലാവരുടെ അടുത്തേക്ക്. ഞാൻ വല്യമ്മേൻ്റെ വീട്ടിലേക്ക് പോണ വഴി ആണ് കേട്ടോ. പണ്ട് ഞാൻ നടന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന വഴിയാട്ടോ. ഇങ്ങനെ കയറ്റം കയറിയിട്ടാണ് പണ്ട് ഞാൻ സ്കൂളിൽ പോവുക. ഇങ്ങനെ ഒരു 3 കിലോമീറ്ററോളം നടക്കണം കേട്ടോ സ്കൂളിലേക്ക്. ഇതാണ് എൻ്റെ വല്യമ്മേൻ്റെ വീട്ടിലേക്ക് പോണ വഴി കേട്ടോ. അപ്പോൾ എല്ലാ റോഡും കണക്ക് തന്നെ, മഴയും ചളിയും. വീടുണ്ടേ അമ്മ? അമ്മയ്ക്ക് ഇതിനെ നടന്നപ്പോൾ ശീലമായി. എനിക്ക് ഇന്നപ്പത്തിലേ വരാനിട്ടേ. അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് തന്നെ മാസങ്ങളായി. അമ്പലമാണ് കേട്ടോ, കൊളോടിയപ്പൻ എന്നാണ് പറയുക. വാമനമൂർത്തി ചെറിയ ഉണ്ണിക്കണ്ണനാണ് കേട്ടോ ഇവിടെ പ്രതിഷ്ഠ. അപ്പം ഇത് മാസത്തിലൊരു ഞായറാഴ്ച മാത്രമേ ഈ അമ്പലം ഭക്തജനങ്ങൾക്കായിട്ട് തുറക്കുള്ളൂ. അല്ലാതെ എന്നും തുറന്ന് പൂജയൊക്കെ ഉണ്ട്. അത് ഇല്ലക്കാർ ചെയ്യും, ഇല്ലക്കാരെ വക അമ്പലമാണ് കേട്ടോ. കൊളോടിയപ്പൻ എന്നാ പറയുക. ചെളിക്കുളം എന്ന് പറയാം കണ്ടോ, അസല് ചെളിക്കുളം. അമ്മ സാരിയെല്ലാം പൊന്തിച്ച് നടക്കുന്നുണ്ട്. അയ്യോ വയ്യ. ഇതൊക്കെ ഒരു രസമല്ലേ? ഞങ്ങളുടെ നാട്ടിൽ ഇത്ര അബദ്ധം ഇല്ല കേട്ടോ. എന്നാലും എനിക്കിഷ്ടമാണ് കേട്ടോ ഇത്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മളെ നാട് തന്നെയാണ് ഇഷ്ടം. ഇതൊക്കെ അമ്പലത്തിൻ്റെ മതിൽക്കെട്ടുകളാണ് കേട്ടോ. എത്ര വർഷം പഴക്കമുണ്ടെന്നറിയോ ഈ അമ്പലം മതിൽക്കെട്ടുകൾക്കൊക്കെ? ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. കണ്ടില്ലേ? എനിക്കറിയാം, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഈ അമ്പലം ഈ മതിൽക്കെട്ടുകളൊക്കെ. എന്താ പറയുക, ഇതൊക്കെ എന്താ നമ്മളെ ഗ്രാമം അല്ലേ? ഇതാണ് വല്യമ്മേൻ്റെ വീട്ടിലേക്ക് കയറുകയാണ് കേട്ടോ. കയറ്റമുണ്ട്. 10 പ്രാവശ്യം കയറി ഇറങ്ങിയാൽ ഞാൻ മെലിഞ്ഞ് പോകും. ഇത് കാറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ, വേറെ വഴിയില്ല. കണ്ടോ? ഞങ്ങളെ വീടും വല്യമ്മേൻ്റെ വീടൊക്കെ ഏകദേശം ഒരുപോലെയാണ് കേട്ടോ. ഒരേ കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച വീടുകളാണ്. നായക്കൂട്ടിലൊക്കെ തേങ്ങ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ വല്യമ്മ. ഒരു നായ ഉണ്ടായിരുന്നു ഇവിടെ, നായക്കൂട്ടിലൊക്കെ. അതാണ് നമ്മളെ വല്യമ്മ. ഇങ്ങോട്ട് എന്ത് വൃത്തി അറിയില്ല. വല്യമ്മ വരുന്നില്ല. ഓക്കെ, എന്നാ വല്യമ്മ പോട്ടെ. ഇതാണ് വല്യമ്മ. എന്തെല്ലാം വിശേഷങ്ങളൊക്കെ പറയും വല്യമ്മ? ഓണത്തിന് വന്നതാണ്. കുറേ ആയി, 4 മാസം വന്നിട്ട്. ഇനിയിപ്പോൾ നാളെ സന്തോഷം കാണാനായല്ലോ. അതെ, ഞാൻ വിചാരിച്ചില്ല നീ വരും വിചാരിച്ചില്ല. പരിപ്പുറതം വെക്കാന്നായിരുന്നു വല്യമ്മ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ പറയാണ്ട് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് വന്നു. ഞാനിവിടെ ഞങ്ങളുടെ അമ്പലക്കുളമാണ് കേട്ടോ. പണ്ട് ഞാൻ നീന്തലൊക്കെ പഠിച്ച കുളത്തിലെ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ഉൾവഴി അല്ല, ഇത് കുറച്ച് വളഞ്ഞ വഴിയാണ്. ഞങ്ങൾ ശരിക്കും ഊടുവഴിയിലാണ് വരാറ് കേട്ടോ. ഇതൊന്നും ഒരു മാറ്റവും ഇല്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ് പണ്ടേ. ഈ സ്റ്റെപ്പുകളും ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവര് രണ്ടുകൂടെ ഇവിടെ കളി. അത് അമ്പലത്തിന്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ. അമ്മേന്റെ മൂത്ത ചേച്ചീന്റെ വീടായിരുന്നു കേട്ടോ അത്.
പക്ഷെ ഇപ്പോൾ അവിടെ ആരുമില്ല. വല്യമ്മയും വല്യച്ഛനൊക്കെ മരിച്ചു. ഇപ്പോൾ ആരുമില്ല കേട്ടോ. ഓ, ഈ 2 കുട്ടികളും കൂടെ ഇവിടുന്ന് നമ്മളെ പറത്തിക്കുകയാണ്. ഒരു സൈക്കിളും ഉണ്ട്, കുട്ടികളും ഉണ്ട്. ഇത് വീട്ടിൻ്റെ അടുത്തുള്ള മോനാ കേട്ടോ, ആദിമോൻ. ഇവര് പണ്ട് ഞാൻ ഓടി ഇറങ്ങിയ വഴികൾ, അപ്പോൾ വയസ്സായിട്ട് നടക്കാനാവുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതാണ് ഞങ്ങൾ അമ്പലക്കുളം കേട്ടോ. ഇത് ഇല്ലം വക കുളമാണ് കേട്ടോ. ഞാൻ നീന്തം പഠിച്ചതും ഒക്കെ ഈ കുളത്തിൽ നിന്ന്. ഇപ്പോൾ വൃത്തിയില്ല നോക്കണ്ട കേട്ടോ. ഇപ്പോൾ കുളത്തിൽ നിന്നൊന്നും ആരും കുളിക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഇല്ലത്തുള്ളവർ മാത്രമേ ഈ അമ്പലത്തിൽ നിന്ന് ഈ കുളത്തിൽ നിന്ന് കുളിക്കാറുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് ഞങ്ങളൊക്കെ കുടിച്ച് ഇപ്പോൾ ഈ ഒരു കടവിന് വഴുക്കലുള്ള കടവിന് വഴിക്കടവ് എന്ന് പറയും. അങ്ങോട്ടുള്ളതില്ലേ, അങ്ങ് കാണുന്ന അത് വലിയ കടവ്, ഇത് പൈക്കടവ്, പിന്നെ ഇവിടെ ഒരു കടവ് കേട്ടോ. ഇത് ഇക്കറി അക്കരയൊക്കെ ഞങ്ങൾ നീന്തുമായിരുന്നു പണ്ട്. ഈ ഒരു സമയത്തൊക്കെ ചാടി മറിഞ്ഞ് കുളിക്കുന്ന ഒരു കുളം. പക്ഷെ ഇപ്പം കുളം വൃത്തിയൊന്നുമില്ല, ഭംഗിയെല്ലാം പോയി. ഇതാണ് ആ കുളം, കണ്ടില്ലേ? ഇതിങ്ങനെ ഇല്ലാത്ത വഴി ഇങ്ങനെ പോവുക കേട്ടോ. ഞങ്ങളിങ്ങനെ ഒക്കെ ഷോർട്ടാണ് കേട്ടോ. ഓരോ വീടിൻ്റെ ഇതിൽ കൂടിയാണ് പോകുന്നത്. പറമ്പിലൂടെ ഇല്ലത്ത് കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എൻ്റെ നാടും ഏകദേശം കുടുംബക്കാരെല്ലാവരും ഒന്നും കണ്ടില്ല, എല്ലാം കണ്ടില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് കേട്ടോ. വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടിട്ടൊന്ന് ഹൈപ്പ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.